കൊച്ചിയെ ബാധിച്ചിരിക്കുകയാണ് ഓൺലൈൻ ടാക്സി സമരം. പുറത്തിറങ്ങിയ സൂക്ഷിച്ചോളൂ, ഓൺലൈൻ കിട്ടൂല, ഊബർ കിട്ടൂല, ഓല കിട്ടൂല, റാപ്പിഡോ കിട്ടൂല, കേരള സവാരി ഒന്നും കിട്ടൂല. 11 ആവശ്യങ്ങൾ ഉന്നയിച്ച് അനിശ്ചിതകാല സമരം നടക്കുകയാണ്. വിവിധ സംഘടനകൾ സംയുക്തമായിട്ടാണ് സമരം നടത്തുന്നത്. സജോ ദേവസ്യ സമരക്കാർക്കൊപ്പമുണ്ട്. സജോ, ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. ഇത് കൊച്ചിയിൽ മാത്രമേ ഉള്ളൂ, കേരളത്തിൽ മറ്റിടങ്ങളിലേക്ക് സമരം വ്യാപിപ്പിച്ചിട്ടില്ലേ? എന്തൊക്കെയാണ് പ്രധാന ആവശ്യങ്ങൾ? വണ്ടിയൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇന്ന് വണ്ടിയൊന്നും ചലിക്കൂലേ? ഡോക്ടർ അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. സംസ്ഥാന വ്യാപകമായാണ് സംയുക്ത സംഘടനാ കൂട്ടായ്മ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് വിവിധ ട്രേഡ് യൂണിയനുകൾ, ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരുടെ കൂട്ടായ്മ എന്നിവരൊക്കെ ചേർന്ന്, വിവിധ സംഘടനകൾ ചേർന്ന് സംയുക്തമായി കേരളത്തിൽ മുഴുവനുമായാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ കൊച്ചിയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. കൊച്ചി കാര്യമായി ആശ്രയിക്കുന്നതാണ് ഓൺലൈൻ ടാക്സി സേവനങ്ങൾ എന്ന കാര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഈ അറ്റാച്ച് ചെയ്ത വണ്ടികളാണ്, സർവീസ് നടത്തേണ്ട വണ്ടികളാണ് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. അവരൊക്കെ വിട്ടു നിൽക്കുകയാണ്. അതായത് 11 ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുകയാണ്. കാരണം ഇപ്പോൾ അവർക്ക് ലഭ്യമാകുന്ന വേതനം അല്ലെങ്കിൽ ഈ സേവനത്തിന് കിട്ടേണ്ട നിരക്കുകളിലൊക്കെ വലിയ അനീതിയുണ്ട് എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. പ്രത്യേകിച്ച് മൊത്തത്തിൽ നിരക്കുകളുടെ കാര്യത്തിലൊക്കെ, അതായത് ഇന്ധന വില വർധനവൊക്കെ വരുന്ന പശ്ചാത്തലത്തിൽ അതിനനുസൃതമായ മെച്ചം കിട്ടുന്നില്ല എന്നതൊക്കെയാണ് പരാതി. അപ്പോൾ ഊബർ, ഓല, റാപ്പിഡോ, കേരള സവാരി എന്ന് തുടങ്ങി ഓൺലൈൻ ടാക്സി സർവീസ് സേവനം നടത്തുന്ന ഈ പറയുന്ന ആപ്ലിക്കേഷൻ വഴിയുള്ള സർവീസുകൾ മിക്കതും പരിമിതമായ സർവീസ് മാത്രമേ കിട്ടുന്നുള്ളൂ. ഓട്ടോ ടാക്സി കുറച്ച് ലഭ്യമാണ്, കാറുകൾ കുറച്ച് ലഭ്യമാണെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ കൊച്ചിയെ സംബന്ധിച്ച് കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ വിവിധ യൂണിയനുകളുടെ പ്രതിനിധികൾ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഏതാണ്ട് എല്ലാ കൂട്ടായ്മകളും, വിവിധ ട്രേഡ് യൂണിയനുകൾ, സ്വതന്ത്ര കൂട്ടായ്മകൾ എല്ലാവരും ചേർന്ന് ഒരു 10-30ഓളം സംഘടനയുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ എന്താണ് നമ്മുടെ ആവശ്യം? എന്താണ് ഇത്ര ഒരു അനിശ്ചിതകാല സമരം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ആവശ്യം എന്താണ്? അനിശ്ചിതകാല സമരത്തിലേക്ക് കിടക്കാനുള്ള ഏറ്റവും വലിയ ആവശ്യം, ഒന്നാമത് തൊഴിൽ സുരക്ഷയില്ല നമുക്ക്. അതായത് ഇപ്പോൾ ബ്ലോക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, അതായത് ഡ്രൈവേഴ്സിനെ ഒരു മുൻകൂട്ടി നോട്ടീസും ഒന്നും തരാതെ തന്നെ ബ്ലോക്ക് ചെയ്ത് കളയുന്ന സിറ്റുവേഷൻ. രണ്ടാമത് ഇന്ധനവില ഇത്ര വർദ്ധിച്ചിട്ടും മറ്റുള്ള എല്ലാ മേഖലകളിലും, ജീവിത മേഖലകളിലുള്ള നിരക്കുകൾ വർദ്ധിച്ചിട്ടും ഓൺലൈൻ ടാക്സി മേഖലയിൽ മാത്രം ടാക്സി റേറ്റ് കുറയ്ക്കുന്ന ഒരു രീതി. കമ്പനികൾ ഇവിടെ മത്സരിക്കുകയാണ്. അതായത് കസ്റ്റമേഴ്സിൻ്റെ ഇതിൽ കമ്പനി മത്സരിക്കുമ്പോൾ ഡ്രൈവേഴ്സിന് ഒന്നും കിട്ടാത്ത ഒരു സാഹചര്യം. നിങ്ങൾക്ക് കിട്ടേണ്ട വേതനം, അതായത് ഈ സർവീസിന് കിട്ടേണ്ട തുക കുറയുകയാണ് ചെയ്യുന്നത്. അതായത് നിലവിൽ കിട്ടിക്കൊണ്ടിരുന്ന റേറ്റ് വരെ കമ്പനികൾ താത്തി മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ഏകീകൃത നിരക്ക് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പല തവണ നമ്മൾ ആവശ്യപ്പെട്ടിട്ടും നമുക്കൊരു ഏകീകൃത നിരക്ക് എന്നൊരു സംവിധാനം, അതായത് ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന കിലോമീറ്റർ റേറ്റ് പോലും ഓൺലൈൻ ടാക്സിക്കാർ തരുന്നില്ല. നമ്മൾ ഇത്രയും ലക്ഷങ്ങൾ മുടക്കി വണ്ടി എടുത്തിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യം. ഡ്രൈവേഴ്സ് എല്ലാവരും ഒന്നടങ്കം അവർക്ക് അത്രയേറെ ബാധ്യതയിലേക്ക് പോയി, കടക്കണിയിലേക്ക് പോയി, ആത്മഹത്യയുടെ വക്കിലേക്ക് പോയി. അത്രയും ഒരു സാഹചര്യത്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവർ സ്വയം ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് ഇറങ്ങാതെ വേറെ വഴിയില്ല. കാരണം കമ്പനിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും രീതിയിൽ ഒരു നടപടി ഗവൺമെൻറ് ഇതിനകത്തൊരു തീരുമാനം എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഗവൺമെൻറ്റിലേക്കും കമ്പനികളിലേക്കും നമുക്ക് റേറ്റ് ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ ഈ തൊഴിൽ വകുപ്പ് എന്ന നിലയ്ക്ക് നിങ്ങൾ ലെറ്റർ കൊടുത്തിട്ടുണ്ടോ? അവരും ഈ നമ്മുടെ ഈ സേവനദാതാക്കളും എല്ലാവരും കൂടി ചേർന്ന് ഒരു ചർച്ചയുടെ സാധ്യതയുണ്ട്. കാരണം അനിശ്ചിതകാല സമരം എന്ന് പറയുമ്പോൾ കൊച്ചിയൊക്കെ കാര്യമായി ആശ്രയിക്കുന്ന, കൊച്ചിയിൽ നമുക്കറിയാം അത്രയും ആശ്രയിക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മളിത് കേരളം മൊത്തമാണ് അനിശ്ചിതകാല സമരം. അതായത് തിരുവനന്തപുരം, കോഴിക്കോട്, തൃശ്ശൂർ, കൊച്ചിയിൽ ഒറ്റ ഓൺലൈൻ ടാക്സി പോലും കിട്ടാത്ത രീതിയിലുള്ള സമരമാണ് നമ്മൾ നടക്കുന്നത്. ഒരു ടാക്സി പോലും ഈ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കിട്ടില്ല. ഇതിലിപ്പോൾ ഞാൻ പ്രതിനിധീകരിക്കുന്ന സംഘടന കേരള സ്റ്റേറ്റ് ഗിഗ് ആൻഡ് പ്ലാറ്റ്ഫോം വർക്കേഴ്സ് യൂണിയൻ CA2-ൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. എൻ്റെ പേര് മനു മാത്യു ആണ്. അപ്പോൾ ഞങ്ങളടങ്ങുന്ന ട്രേഡ് യൂണിയൻ, അതായത് ANTC, INTC, അതുപോലെ തന്നെ എല്ലാ ട്രേഡ് യൂണിയനുകളും സ്വതന്ത്ര സൊസൈറ്റികളും സംഘടനകളും ചേർന്നിട്ടാണ് ഈ സമരം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ തൊഴിൽ വകുപ്പിലും മന്ത്രിതലത്തിലും ട്രാൻസ്പോർട്ട് മിനിസ്റ്റർക്കും നമ്മൾ നിലവിൽ പരാതികൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചർച്ച കമ്പനികളുമായിട്ട് വേണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ ഉന്നയിക്കുന്നത്. അപ്പോൾ ആ ചർച്ചയ്ക്ക് ഉദ്യോഗതലത്തിൽ നിന്നും ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അനിശ്ചിതകാല സമരമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് നിലവിൽ സമരസമിതിയുടെ തീരുമാനം. അതിൽ ഞങ്ങളുടെ സംഘടനയുടെ എല്ലാ ഭാഗത്തുള്ള അംഗങ്ങളും ഇതിനകത്ത് പൂർണ്ണ പിന്തുണ ഈ സമരത്തിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ചർച്ചയില്ലാതെ പിന്മാറ്റമില്ല. കമ്പനികൾ താഴോട്ട് വരണം. ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ആ ഒരു മാർഗ്ഗമില്ലാതെയാണോ സമരത്തിലേക്ക്? നിങ്ങളറിയാലോ, CNGക്ക് ഏകദേശം 100 രൂപ കടന്നു. എന്നിട്ടും നമുക്ക് ഇപ്പോൾ ഏകദേശം 1 കിലോമീറ്ററിന് നമുക്ക് 12 രൂപയോളം ചിലവുണ്ട് പല രീതിയിലായിട്ട്. അതുപോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലും താഴ്ന്നു പോയി കഴിഞ്ഞാൽ ഇനി വേറെ മാർഗ്ഗമില്ല. ഞങ്ങൾക്ക് ഇത് നീട്ടിക്കൊണ്ടു പോകല്ലാതെ വേറെ മാർഗ്ഗമില്ല. ഡോക്ടർ അരുൺകുമാർ, അനിശ്ചിതകാല സമരം എന്ന നിലയ്ക്ക് തന്നെ കാര്യങ്ങൾ തുടരുകയാണ്. അപ്പോൾ തൊഴിൽ വകുപ്പ്, സർക്കാർ, കമ്പനികളൊക്കെ ഇടപെട്ട് അനുകൂലമായ തീരുമാനമില്ലെങ്കിൽ
സമരം അങ്ങനെ തുടരും എന്നാണ്. കൊച്ചിയെ സംബന്ധിച്ച് കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ എനിക്ക് പിന്നിൽ തന്നെ കാണാം ഇത്രയും വണ്ടികളുണ്ട്. ഇപ്പോൾ എടപ്പള്ളി വയ്ക്കുന്നത് ഈ സ്ഥലങ്ങളിലൊക്കെ വാഹനങ്ങൾ സർവീസ് നടത്തുന്നില്ല. അപ്പോൾ കാര്യമായി തന്നെ ഈ ഓൺലൈൻ ടാക്സി സേവനങ്ങളെ കാര്യമായി ആശ്രയിക്കുന്ന നഗരം എന്ന നിലയിൽ കൊച്ചി എന്തായാലും നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. മറ്റിടങ്ങളിലും സമാന രൂപത്തിൽ തന്നെയാണ് സമരം പുരോഗമിക്കുന്നതെന്നാണ് സമരസമിതിയുടെ ആളുകൾ പറയുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ പ്രത്യേകം ശ്രദ്ധിക്കുക, യൂബറോ ഓലയോ കേരള സവാരിയൊന്നും ഇന്ന് സർവീസ് നടത്തൂല. അപ്പോൾ പുറത്തിറങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. യൂബർ എന്നൊക്കെ പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഡ്രൈവർ നിങ്ങളെ കണക്ട് ചെയ്യൂല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കൂ. ഓൺലൈൻ ടാക്സി സേവനങ്ങൾ സംസ്ഥാനത്ത് തടസ്സപ്പെടുന്നുണ്ട്. 11 ആവശ്യങ്ങളാണ് നമ്മുടെ ഈ ടാക്സി ഡ്രൈവർമാരുടെ സംഘടന മുന്നോട്ട് വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഇതിനകത്ത് ഈ കമ്പനി ഊറ്റുണ്ടല്ലോ, അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ പാവപ്പെട്ട മനുഷ്യർ 10, 12, 13 മണിക്കൂറൊക്കെ ഓടിയതിനു ശേഷം ആകെ 750-800 രൂപയായിട്ടാണ് വീട്ടിൽ പോകുന്നത്. പെട്രോൾ അടിച്ചു കഴിഞ്ഞിട്ടേ പിന്നെ ടയറിൻ്റെ തേയ്മാനം വേറെ, വണ്ടിയുടെ കംപ്ലൈൻറ്റ് വേറെ, ഇതൊന്നും കിട്ടൂല. ഇതാണ് അവസ്ഥ. ഒരുപാട് ലാഭം ഉണ്ടാക്കുകയാണ് കമ്പനികൾ. നിങ്ങൾ പണിയെടുക്കുന്നതിന് സിംഹഭാഗവും കമ്പനി കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാലൊന്ന് ആലോചിച്ച് നോക്കുക. പണിയെടുക്കാൻ നിങ്ങളും അടി കിട്ടാൻ ചെണ്ടയും പണം വാങ്ങാൻ ഈ ചെണ്ട കൊട്ടുന്നയാളും എന്ന് പറഞ്ഞതുപോലെ